റിസീവബിൾസ് 30 ദിവസം ഉണ്ടായിരുന്ന 45 ദിവസത്തിലേക്ക് മൂവ് ചെയ്തപ്പോൾ അതിന് നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവില്ല. കാശിൻ്റെ ഇൻഫ്ലോ ഇല്ലെങ്കിൽ അത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ എക്സ്പെൻസസ് ചെയ്യാൻ പറ്റില്ല, ബാങ്കിൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെൻ്ററി 1 മാസത്തിൽ 1 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് തരുന്നത് 1 മാസത്തെ ക്രെഡിറ്റിലാണ് എങ്കിൽ ഇൻവെൻ്ററി പീരീഡ് പ്ലസ് റിസീവബിൾ പീരീഡ് മൈനസ് ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് ഈ മൈനസ് ചെയ്യുമ്പം അതിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയും. ഒരു 60 ദിവസമായിട്ട് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ 45 ദിവസമായിട്ട് കിട്ടുവാണെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 45 അത്രയും ടൈംസ് നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും. അപൂർവം ചില സാഹചര്യങ്ങൾ പുറത്തുനിന്ന് 3 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് അവർ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1:1 ബാങ്ക് തരുവുണ്ടെങ്കിൽ 1:1 കിട്ടാൻ വേണ്ടിയിട്ട് 3 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് അവർ കൂട്ടിയിടും. ഈ 3 രൂപയുടെ സർവീസ് ചാർജ് അവർ അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്താലേ കൊടുക്കാൻ പറ്റുള്ളൂ. ലോങ് റണ്ണിൽ ഈ മാൽ പ്രാക്ടീസസ് ബിസിനസ്സിനെ കൊണ്ടേ പോകും. സാർ, ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങാനായിട്ട് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു 1 lakh ക്യാപിറ്റൽ, അതുകൂടാതെ ഒരു 1 lakh ലോൺ കൊടുത്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു 1 month എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ കാൽക്കുലേഷനും പ്ലാനിങ് എല്ലാം തെറ്റിയാണ്. എന്നുവെച്ചാൽ ഈ 2 ലക്ഷം മതിയാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ശരിക്കും ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ട എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊന്ന് വ്യക്തമാക്കാമോ? അവർ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ടു എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോണും എടുത്തു. അപ്പോൾ ആ ഒരു ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ ലെവറേജ് എന്ന് പറയുന്നത് 1:1 1 ലക്ഷത്തിന് 1 ലക്ഷം തന്നെയായിരുന്നു. അതെ അതെ. അപ്പോൾ ആ 2 ലക്ഷം രൂപയായിരുന്നു ഫണ്ട് വന്നത്. ട്രേഡിംഗ് ആണ് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ ആ 2 ലക്ഷം രൂപയിലാണ് പ്രിമൈസസ്, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, അതേപോലെ തന്നെ ഡിപ്പോസിറ്റ്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടുള്ള സ്റ്റോക്ക്, അതുപോലെ തന്നെ റിസീവബിൾസ്, ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കാശ് നീക്കിയിരുത്തുന്നത്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില ആനുകൂല്യങ്ങൾ, അതായത് അവർ ക്രെഡിറ്റ് തരുവാണെങ്കിൽ ആ ക്രെഡിറ്റ് കൊടുക്കാനുള്ളതായിട്ട് നിൽക്കുമല്ലോ, അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ബാലൻസ് ഷീറ്റ് അവരുടെ അതായത് മനസ്സിൽ കരുതിയിട്ടാണ് ഈ 1 ലക്ഷം മതിയാവും എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് 1 ലക്ഷം ക്യാപിറ്റൽ വിട്ട് അവരുടെ മനസ്സിൽ വെച്ച് അത് മനസ്സിന് പാകപ്പെടുത്തി അതിനനുസരിച്ച് ബിസിനസ് രൂപകൽപ്പന ചെയ്ത് നടത്തി വരികയാണ്. അതെ അതെ അതെ. ഇവിടെ തെറ്റുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, നമ്മൾ 1 മാസത്തെ ക്രെഡിറ്റിനാണ് നമ്മുടെ സാധനം സെയിൽ നടത്തിയത്. പക്ഷേ 30 ദിവസം കഴിഞ്ഞപ്പോഴും പൈസ വന്നില്ല. അതെ അതെ അതെ. അത് 45 ദിവസത്തേക്ക് നീണ്ടുപോയി. അപ്പോൾ ആ 15 ദിവസം നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ടില്ലാതെ വരുന്നു. അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ 1 മാസത്തേതായിരുന്നു കണക്കാക്കിയത്, പക്ഷേ 1.5 മാസത്തെ സ്റ്റോക്ക് ആയിപ്പോയി, സെയിൽ നടക്കാൻ പറ്റിയിട്ടില്ല, 1.5 മാസത്തെ സ്റ്റോക്ക് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ കാശിൽ ഇൻഫ്ലോ വരില്ല. റിസീവബിൾസ് 30 ദിവസം ഉണ്ടായിരുന്ന 45 ദിവസത്തിലേക്ക് മൂവ് ചെയ്തപ്പോൾ അതിന് നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ്സിൽ കാശിൻ്റെ ഇൻഫ്ലോ ഇല്ലെങ്കിൽ അത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ എക്സ്പെൻസസ് ചെയ്യാൻ പറ്റില്ല, ബാങ്കിൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന എൻ്റർപ്രനർ നേരെ ബാങ്കിലേക്ക് പോയി ഈ 1 ലക്ഷം 1.25 ലക്ഷം ആക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കൂടുതൽ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ബാങ്ക് ഒരു 1 ടൈം ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് കൊടുത്തു. 3-ാമത്തെ പ്രാവശ്യവും ഈ കണ്ടിന്യൂസ് ആയിട്ട് പോവുക, ഇങ്ങനെ കാശിൻ്റെ ഇൻഫ്ലോ പ്രോബ്ലം അറൈസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിന് കൈയൊഴിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് കൈയൊഴിഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പീരീഡ്, വർക്കിംഗ് ക്യാപിറ്റലിൽ പ്രധാനപ്പെട്ട ട്രേഡിംഗ് കൺസേണിൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായി വരുന്നത് സ്റ്റോക്കാണ്, ഡെറ്റേഴ്സാണ്, പിന്നെ കാഷ് ഇൻ ഹാൻഡ്, കാഷ് അറ്റ് ബാങ്ക്, ഇൻകം, അക്രൂവൽ ഇൻകം ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒക്കെയാണ് സാധാരണയായിട്ട് കറണ്ട് ലയബിലിറ്റീസിലും വരുന്നത്. ഇവിടെ മിസ്മാച്ച് വരുമ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൽ
ഇൻവെൻ്ററി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പീരീഡ് ഡെറ്റേഴ്സിലേക്കുള്ള ഈ ഇൻവെൻ്ററി ഡെറ്റേഴ്സിലേക്ക് പോകുന്നത് ഒരു മാസമാണ് എങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സ് നമുക്ക് തരുന്നത് ഒരു മാസത്തെ ക്രെഡിറ്റിലാണ് എങ്കിൽ, ഈ ഇൻവെൻ്ററി പീരീഡ് പ്ലസ് റെസീവബിൾ പീരീഡ് മൈനസ് ക്രെഡിറ്റേഴ്സിൻ്റെ പീരീഡ് ഈ മൈനസ് ചെയ്യുമ്പം അതിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയും. അത് ഒരു 60 ദിവസമായിട്ട് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ 45 ദിവസമായിട്ട് കിട്ടുവാണെങ്കിൽ 365 ഡിവൈഡഡ് ബൈ 45, ആ അത്രയും ടൈംസ് നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും. കാഷ് ക്രൈസിസ്, അതായത് ഡെറ്റേഴ്സിൻ്റെ പീരീഡ് കൂടുന്നു, റെസീവേഴ്സ് പീരീഡ് കൂടുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നേരെ താത്തും. ഇൻവെൻ്ററിയുടെ പീരീഡ് കൂടുന്നു, ഹോൾഡിംഗ് പീരീഡ് കൂടുന്നു, കുറയ്ക്കുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറയുന്നു. അതേപോലെ തന്നെ ക്രെഡിറ്റ് പീരീഡ് കുറയുവാണെങ്കിൽ, മറ്റ് 2 സ്ഥലത്ത് കൂടുവാണെങ്കിൽ, ക്രെഡിറ്റ് പീരീഡ് കുറയുവാണെങ്കിൽ ആ സമയത്തും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് വലുതാവുന്നു. അതായത് 12 പ്രാവശ്യം ടേൺ ഓവർ വരേണ്ടടുത്ത് 6 പ്രാവശ്യം ടേൺ ഓവർ വന്നാൽ ആ ജി പി നമുക്ക് വരുന്നത് 6 പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് എല്ലാം താളം തട്ടും. അപ്പോൾ നല്ലൊരു കാൽക്കുലേഷൻ, നല്ലൊരു ബിസിനസ്, ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഈ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല ഭംഗിയായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ്ങും നല്ല ഭംഗിയായിട്ട് ചെയ്യേണ്ടതുണ്ട്. അവിടെ ചെയ്തില്ലെങ്കിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് നിൽക്കില്ല. ഈ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് നിന്നിട്ടില്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത് പ്രോഫിറ്റ് വരികയില്ല. പ്രോഫിറ്റ് വരികയില്ല എന്ന് മാത്രമല്ല, കാഷ് പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. ഡേ ബൈ ഡേ ഈ ബിസിനസ് ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് പോകും. ക്രൈസിസ് വരും, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് എക്സ്പെൻസസ് പേ ചെയ്യാൻ പറ്റില്ല, ലോൺ സർവീസ് ചെയ്യാൻ പറ്റില്ല. എഫക്റ്റ് വരുന്നത് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് വിഡ്രോ ചെയ്യും. അവർ ഷെയർ ഹോൾഡേഴ്സ് ആണ് എങ്കിൽ അവർ വിറ്റൊഴിയാനായിട്ട് നോക്കും. റേറ്റിംഗ് ഏജൻസീസ് നേരെ അവർ ആ പ്രോബ്ലം എറൈസ് ചെയ്യും. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റീകോൾ ചെയ്യും, അല്ലെങ്കിൽ റേറ്റ് കൂട്ടി ഇവർ പൊക്കോട്ടെ എന്ന് മനസ്സിൽ കരുതും. ഭയങ്കര നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ആ കാൽക്കുലേഷൻ. അത് ഞാൻ പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നിർബന്ധമായിട്ടും നല്ല ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി ആ സൈഡ് കറക്റ്റ് വർക്കൗട്ട് ചെയ്ത്, അത് കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അത് കറക്റ്റ് മോണിറ്റർ ചെയ്ത് അതിൽ വരുത്തിയിരിക്കണം. ആ വരുത്താനുള്ള ഒരു പവർ, ആ പവറാണ് എൻ്റർപ്രനർഷിപ്പിൻ്റെ പവർ. ഇങ്ങനെയൊക്കെ പ്രോബ്ലം എറൈസ് ചെയ്യുന്ന സമയത്ത് ചില സഹോദരങ്ങൾ, അപൂർവം ചില സഹോദരങ്ങൾ പുറത്തുനിന്ന് 3 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് അവർ ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം കറസ്പോണ്ടിങ് ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ 1:1 ബാങ്ക് തരുവുള്ളെങ്കിൽ ആ 1:1 കിട്ടാൻ വേണ്ടിയിട്ട് 3 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് അവർ കൂട്ടിയിടും. ഇൻ എഫക്റ്റ് ഈ 3 രൂപ ശരിക്കും ക്യാപിറ്റലായിട്ടാണ് അക്കൗണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 3 രൂപയുടെ സർവീസ് ചാർജ് അവർ അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്താലേ കൊടുക്കാൻ പറ്റുള്ളൂ. ലോങ് റണ്ണിൽ ഈ മാൽ പ്രാക്ടീസസ് ബിസിനസ്സിനെ കൊണ്ടേ പോകും.